നമസ്കാരം. പെൻഷനേഴ്സിൻ്റെ ITR 1 ഫയലിങ്ങിൽ മിക്കപ്പോഴും ഉയരുന്ന ഒരു സംശയമാണ് പെൻഷനാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, അതായത് DCRG, കമ്മ്യൂട്ടേഷൻ, ടെർമിനൽ സറണ്ടർ, PF ക്ലോഷർ, അതുപോലെ ഇൻഷുറൻസിൻ്റെ മെച്യൂരിറ്റി എമൗണ്ട്, ഇവയൊക്കെ എവിടെ എൻ്റർ ചെയ്യുമെന്നുള്ളത്. ഇവയെ ടാക്സബിൾ ഇൻകമായി കണക്കാക്കുമോ എന്നും സംശയമുള്ളവരുണ്ട്. അത്തരം സംശയങ്ങൾ ഇല്ലാതാക്കുക എന്നും എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ടാക്സബിൾ ഇൻകം അല്ലാതാക്കി മാറ്റുന്നതെന്നുമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ എക്സൽ ഷീറ്റ് നോക്കുക. 2025 ജൂലൈ മാസം 31-ാം തീയതി റിട്ടയർ ചെയ്ത ഒരു എംപ്ലോയിയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ ഇൻകം ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് 31 വരെയാണ് 2025-26 സാമ്പത്തിക വർഷമെന്ന് പറയുന്നത്. ആദ്യം നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ സാലറി. അദ്ദേഹം 2025 ഏപ്രിൽ മാസം മുതൽ 2025 ജൂലൈ മാസം വരെ സർവീസിലുണ്ടായിരുന്നു. അപ്പോൾ ഏപ്രിൽ മുതൽ അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ജൂലൈ മാസം വരെ അദ്ദേഹത്തിന് സാലറി ആയിരുന്നു ലഭിച്ചിരുന്നത്. റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കുന്നത്. അപ്പോൾ ആ 4 മാസം, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഈ 4 മാസങ്ങളിൽ അദ്ദേഹത്തിന് 60,000 രൂപ വീതം സാലറി ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ 4 × 60,000, അതായത് 2,40,000 രൂപ അദ്ദേഹത്തിന് ഈ 4 മാസം അദ്ദേഹത്തിൻ്റെ ഗ്രോസ് സാലറി ആയിട്ട് ലഭിച്ചു. പെൻഷൻ പറ്റുന്നത് 31/7/25, 8-ാം മാസം 1-ാം തീയതി മുതൽ അദ്ദേഹത്തിന് പെൻഷനുണ്ട്. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ മാർച്ച് 31 വരെയാണല്ലോ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ 8 മാസം, ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെയുള്ള 8 മാസം അദ്ദേഹത്തിന് പെർ മന്ത് 25,000 രൂപ വീതം പെൻഷൻ ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുക. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതിനിടയിൽ DA ഒക്കെ കൂടുമ്പോൾ ഇതിൽ വർധനവൊക്കെ ഉണ്ടാകും. എന്നാൽ നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ 25,000 രൂപ ഫ്ലാറ്റായിട്ട് എടുക്കുകയാണ്. 8 മാസത്തെ 25,000 രൂപ വെച്ച് അദ്ദേഹത്തിന് 2 ലക്ഷം രൂപ പെൻഷനായി കിട്ടി. അപ്പോൾ സാലറി 2,40,000 ആദ്യത്തെ 4 മാസം, പിന്നെയുള്ള 8 മാസം അദ്ദേഹത്തിൻ്റെ പെൻഷനാണ്, അത് 2 ലക്ഷം. അദ്ദേഹത്തിന് പിരിഞ്ഞപ്പോൾ ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി അഥവാ DCRG ആയി 10 ലക്ഷം രൂപ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 8 ലക്ഷം രൂപയാണ് കമ്മ്യൂട്ടേഷനായി ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ലീവ് സറണ്ടർ, അതായത് ടെർമിനൽ സറണ്ടർ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ ബാക്കിയുണ്ടായിരുന്ന ഏൺ ലീവ്സ് എല്ലാം കൂടി സറണ്ടർ ചെയ്ത് അദ്ദേഹത്തിന് 12 ലക്ഷം രൂപ ലഭിച്ചു. 60,000 രൂപ ഗ്രോസ് സാലറി ഉള്ള ഒരാൾക്ക് ഒരിക്കലും 12 ലക്ഷം രൂപ ടെർമിനൽ സറണ്ടർ വരില്ല എന്നറിയാം. ഏകദേശം ഒരു 6 ലക്ഷം രൂപയ്ക്ക് അടുത്തേ വരുള്ളൂ. എന്നാൽ ഒരു ഇമാജിനറി നമ്പർ, അത് കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി എടുത്തതാണ് ഈ 12 ലക്ഷം രൂപ. GPFൻ്റെ ക്ലോഷർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 8 ലക്ഷം രൂപ, LIC മെച്യൂർ ആയപ്പോൾ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ ലഭിച്ചു, SLI 1 ലക്ഷം, GIS 1 ലക്ഷം. ഇങ്ങനെ ആകെ 45,40,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഏത് വർഷത്തെ? 2025-26 സാമ്പത്തിക വർഷത്തെ. ഈ ഇൻകം എങ്ങനെയാണ് നമ്മൾ ITR ഫയലിങ്ങിൽ ഉൾപ്പെടുത്തുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനായി incometax.gov.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ കയറി ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മുടെ പാൻ നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. കണ്ടിന്യൂ കൊടുക്കുന്നു. ഈ ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പാസ്വേഡ് കൊടുക്കുകയാണ്. പാസ്വേഡ് കൊടുത്തു, കണ്ടിന്യൂ ചെയ്യുന്നു. അതിനുശേഷം ഫയൽ നൗ എന്ന ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓൺലൈനാണ് മോഡ് ഓഫ് ഫയലിംഗ്, കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ്, ഇൻഡിവിജ്വലാണ്, പ്രൊസീഡാണ്. ഏത് ITR ആണ് നമ്മൾ ഫയൽ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ITR 1 ആണ് ഫയൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ITR ഫയൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായ വീഡിയോ നേരത്തെ വർക്കിംഗ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇവിടെ പറയാത്തത്. അതുപോലെ തന്നെ ജൂൺ 15-ന് ശേഷം മറ്റൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് ചെയ്യുന്നുണ്ട്. അതിൽ പൂർണ്ണമായും എങ്ങനെ ITR ഫയൽ ചെയ്യാമെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഈ പെൻഷനറി ബെനിഫിറ്റ്സ് നമ്മുടെ ITRൻ്റെ ടാക്സബിൾ ഇൻകത്തിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യാൻ കഴിയും, ഒഴിവാക്കാൻ കഴിയും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് ITR ഫയലിങ്ങിൻ്റെ കംപ്ലീറ്റ് വീഡിയോ അല്ല, അത് ജൂൺ 15-ന് ശേഷമായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ ITR 1-മായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ കൊടുത്തു. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്.
ഇവിടെ ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ്, അത് നമ്മൾ ടിക്ക് ചെയ്തു. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുന്നു, ഓക്കെ കൊടുത്തു. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഇൻകത്തിൻ്റെ ഈ ടാബിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ. പേഴ്സണൽ ഇൻഫർമേഷൻ കൺഫേം ചെയ്യുകയാണ്. അതിനുവേണ്ടി അത് ഓപ്പൺ ചെയ്തു. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം വന്നിട്ടുണ്ട്. നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, സെൻട്രൽ ഗവൺമെൻറ് പെൻഷനർ, സ്റ്റേറ്റ് ഗവൺമെൻറ് പെൻഷനർ, PSU പെൻഷനർ, അതർ പെൻഷനേഴ്സ്, അതേഴ്സ് എല്ലാം ഉണ്ട്. നമ്മളിവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് പെൻഷനേഴ്സാണ് സെലക്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇവിടെ ന്യൂ റെജീം തന്നെയാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പേഴ്സണൽ ഇൻഫർമേഷൻസ് ഇവിടെ കൺഫേം ആയിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതുവരെയും നമുക്ക് ഇതിൽ ഓട്ടോ ഫിൽഡായി വന്നിട്ടില്ല. ഒരു ജൂൺ 15 ആകുമ്പോൾ നമ്മുടെ AISഉം 26 ASഉം ഒക്കെ അപ്ഡേറ്റഡ് ആയി കഴിയുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഓട്ടോ ഫില്ലായി വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് സ്വന്തമായി എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സ്വന്തമായി എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം സെലക്ട് ചെയ്തു. ഇവിടെ ഇൻകം ഫ്രം സാലറി ഇവിടെ 0 ആണ് വന്നിരിക്കുന്നത്. നമുക്കത് എഡിറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ആ നേരത്തെ പറഞ്ഞ എക്സൽ ഷീറ്റിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സൽ ഷീറ്റ്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതിൽ നമ്മുടെ സാലറി, പെൻഷൻ, DCRG, കമ്മ്യൂട്ടേഷൻ, ടെർമിനൽ സറണ്ടർ, ഈ 5 കോളം നോക്കുക. ഇത് 5 എണ്ണവുമാണ് നമ്മുടെ ഇൻകം എന്ന് പറഞ്ഞ കോളത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 12, 8, 20, 10, 30, 32, 34,40,000 രൂപയാണ് നമ്മുടെ ഇൻകമായി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്. അപ്പോൾ ചോദിക്കും, ഈ ക്ലോഷർ, LIC, SLI, GS അത് റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടിയുള്ളതാണ്. അതിന് നമുക്ക് വേറൊരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് എൻ്റർ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇതെല്ലാം കൂടെ ചേർന്ന 34,40,000 രൂപയാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. 34,40,000 രൂപ നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അത് എൻ്റർ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഗ്രോസ് സാലറി, നെറ്റ് സാലറി എന്ന് പറയുന്നത് 34,40,000. അതിൽ നിന്ന് 75,000 കുറഞ്ഞ് 33,65,000 ഉണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമ്മുടെ ആഡ് ചെയ്തിട്ടുള്ള DCRG, കമ്മ്യൂട്ടേഷൻ, ടെർമിനൽ സറണ്ടർ, ഇത് 3 നമുക്ക് ഒഴിവാക്കിയാലേ ആക്ച്വലി ഉള്ള നമ്മുടെ 4,40,000 എന്ന് പറയുന്ന ഇൻകത്തിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് താഴെ എക്സംപ്റ്റ് അലവൻസ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അതിൻ്റെ താഴെ ആഡ് അനദർ എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ നേച്ചർ ഓഫ് എക്സംപ്റ്റ് അലവൻസ്, ഏത് അലവൻസ് ആണ് നമുക്ക് എക്സംപ്റ്റ് ചെയ്യാനുള്ളതെന്ന് സെലക്ട് ചെയ്യുന്നു. ഇവിടെ പറയുന്നുണ്ട് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 ആണ്. അതായത് ഈ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻകത്തിൽ നമുക്ക് എക്സംപ്റ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് ഇവിടെ നോക്കുന്നു. അത് അണ്ടർ സെക്ഷൻ 10 ആണ്. നമുക്ക് ആദ്യം DCRG നോക്കാം. ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി, കണ്ടല്ലോ 10 of 10 ആണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. DCRG എത്ര ലക്ഷം രൂപയാണ്? DCRG ആയിട്ട് 10 ലക്ഷം രൂപയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ആ 10 ലക്ഷം രൂപ ഇവിടെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ടെർമിനൽ സറണ്ടറും ഉണ്ട്, കമ്മ്യൂട്ടേഷനും ഉണ്ട്. അത് എൻ്റർ ചെയ്യാം. ആഡ് അനദർ കൊടുക്കുന്നു. കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ റിസീവ്ഡ്, അപ്പോൾ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങിയ തുക 10A of 10 ആണ് നമ്മൾ കൊടുക്കുന്നത്. സെലക്ട് ചെയ്യുന്നു. എമൗണ്ട് എത്രയാണ് നമ്മുടെ കമ്മ്യൂട്ടേഷൻ? 8 ലക്ഷം രൂപയാണ് നമ്മൾ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ 8 ലക്ഷം രൂപ അവിടെ എൻ്റർ ചെയ്യുന്നു. 8 ലക്ഷം രൂപ. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി എക്സംപ്റ്റ് ചെയ്യാനുണ്ട്. അതിൽ നിന്ന് ടെർമിനൽ സറണ്ടറാണ്. സെലക്ട് ചെയ്യുന്നു. ഏൺ ലീവ് എൻഗേജ്മെൻറ്റ് ഓൺ റിട്ടയർമെൻറ്റ്, അതാണല്ലോ നമ്മുടെ ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഏൺ ലീവ് എല്ലാം കൂടി അക്യൂമുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് നമ്മൾ സറണ്ടർ ചെയ്ത് വാങ്ങിയതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നു. അത് എത്ര ലക്ഷം രൂപയാണ്? ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. 12 ലക്ഷം രൂപ. അപ്പോൾ എത്രയായി? 10, 18, 10, 28, 30 ലക്ഷം രൂപ കുറഞ്ഞു അല്ലേ? 30 ലക്ഷം രൂപ കുറഞ്ഞു വന്നപ്പോൾ നമുക്ക് എത്രയായി? 4,40,000 നമ്മുടെ ആക്ച്വൽ ഇൻകമായി മാറി, പെൻഷൻ പ്ലസ് സാലറിയായി മാറി. അതിൽ നിന്ന് നമുക്ക് 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് അല്ലേ? സാലറി ഇൻകവും പെൻഷൻ ഇൻകവും ഉള്ളവർക്ക് 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. അത് കുറഞ്ഞിട്ട് ബാക്കി എത്രയാണ്? 3,65,000 രൂപയാണ് നമ്മുടെ ഇപ്പോഴത്തെ നെറ്റ് സാലറി ആയിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ലഭിച്ച PF, LIC, SLI, GIS ഇതെല്ലാം കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ച തുക തന്നെയാണ്. പക്ഷേ ആ തുക നമ്മൾ എങ്ങും എൻ്റർ ചെയ്തിട്ടില്ല. അതിന് ഇൻകം ടാക്സ് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ട തുകയാണ്. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഇൻകം ടാക്സ് കണ്ടുപിടിക്കുകയാണ് ഇങ്ങനൊരു തുക ഈ 25-26 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് കണ്ടുപിടിക്കുകയും അതിനവർ നോട്ടീസ് അയക്കുകയും ചെയ്യും.
ഒരുപക്ഷെ അടുത്ത വർഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് മറുപടി കൊടുക്കാൻ കഴിയും. എന്നാൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ മറന്നു പോകും അതെന്താണ് ഈ 8 ലക്ഷം രൂപ. എല്ലാവരും എഴുതി വയ്ക്കുന്ന സ്വഭാവമുള്ളവരൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ആ 3 ലക്ഷം രൂപ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ അതിനുകൂടി നമ്മൾ ടാക്സ് കൊടുക്കാൻ നിർബന്ധിതരാകും. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ട മുഴുവൻ ഇൻകവും റിപ്പോർട്ട് ചെയ്യുക, എന്നാൽ ആ എമൗണ്ടിന് ഇൻകം ടാക്സ് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഏതൊക്കെ? നമ്മുടെ PF, SLI, GIS, LIC. ടാക്സബിൾ ഇൻകം വരില്ല, പക്ഷേ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ സേവ് കൊടുത്തതിന് ശേഷം അടുത്ത പേജിലേക്ക് പോയിരിക്കുകയാണ്. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ നെക്സ്റ്റ് പേജാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ സാലറി ഇതുവരെ വന്നിരിക്കുന്നത് 3,65,000. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സംപ്റ്റ് ചെയ്യാനുള്ള 4 കാര്യങ്ങളുണ്ട്. അതുകൂടി നമുക്ക് എക്സംപ്റ്റ് ചെയ്യാം. അതെവിടെയാണെന്ന് നോക്കാം. ഇവിടെ C3 കണ്ടില്ലേ? ഈ C3 നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഈ C3യിൽ ആഡ് അനദർ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ PFും LICയും കുറയ്ക്കാൻ പോകുന്നത്. ആഡ് അനദർ സെലക്ട് ചെയ്യുന്നു. എക്സംപ്റ്റ് ഇൻകമാണ്, കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. ആദ്യം നോക്കേണ്ടത് എവിടെയാണ് PF ഒക്കെ കിടക്കുന്നതെന്നാണ്. PF, SLI അതെവിടെയാണ്? ഇവിടെ നോക്കുക. സംസ് റിസീവ്ഡ് ഫ്രം പോളിസീസ് കോൺട്രിബ്യൂഷൻസ് സച്ച് ആസ് LIC, NPS, PF, സുകന്യ സമൃദ്ധി യോജന. അപ്പോൾ ഈ രീതിയിലുള്ള ഇൻകമാണ് നമ്മളിവിടെ എക്സംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോമൺ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സബ് കാറ്റഗറി നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. എന്താണ് നമ്മുടെ ആദ്യത്തെ സബ് കാറ്റഗറി? ഇൻഷുറൻസ് ആണ് ഇവിടെ കിടക്കുന്നത്. കണ്ടില്ലേ? ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് കിട്ടുന്ന മച്യൂരിറ്റി എമൗണ്ട്, അതിനെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് SLIയും GISും LICയും എല്ലാം കൂടി ചേർന്ന് നമുക്ക് എത്രയുണ്ട്? 3 ലക്ഷം രൂപയുണ്ട്. ആ 3 ലക്ഷം രൂപ നമ്മളിവിടെ എൻ്റർ ചെയ്യുകയാണ്, സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട്. 8 ലക്ഷം രൂപ PFൽ വന്നിട്ടില്ലേ? അതുകൂടി നമുക്ക് എക്സംപ്റ്റ് ചെയ്യണം. അപ്പോൾ ആഡ് അനദർ കൊടുക്കുന്നു. കാറ്റഗറി അത് തന്നെയാണ്, കാരണം ഇവിടെ തന്നെയാണ് PF കണ്ടത്. PF സെലക്ട് ചെയ്യുന്നു. ഇവിടെ സബ് കാറ്റഗറിയിൽ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് റിസീവ്ഡ് ആണ്, അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തു. എത്ര രൂപയാണ്? 8 ലക്ഷം രൂപയാണ് നമുക്ക് PF ക്ലോഷറായിട്ട് ലഭിച്ചിരിക്കുന്നത്. അത് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. 8 ലക്ഷം സേവ് ചെയ്യുന്നു. തീർന്നല്ലോ. നമ്മുടെ മുഴുവൻ അലവൻസുകളും എക്സംപ്റ്റ് ചെയ്യേണ്ട മുഴുവൻ അലവൻസുകളും നമ്മൾ എക്സംപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു 30 ലക്ഷം രൂപ എക്സംപ്റ്റ് ചെയ്തു. ഇവിടെ ഒരു 11 ലക്ഷം രൂപ നമ്മൾ എക്സംപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിവിടെ വന്നിരിക്കുന്ന ഈ തുകകൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്തു? എക്സംപ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ നെറ്റ് സാലറി എന്ന് പറയുന്നത് 4,40,000 രൂപ മാത്രമാണ്. അതിൽ നിന്നും 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി കുറച്ചപ്പോൾ ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറീസ് എന്ന് പറയുന്നത് 3,65,000 മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ എങ്ങനെയാണ് ഇത്തരം പെൻഷനറി ബെനിഫിറ്റ്സ് നമ്മുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കണ്ടത്. ഇവിടെ നമ്മൾ കൺഫേം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 3,65,000 ആയിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ എനിക്കിതിൽ നിന്നും കുറച്ചുകൂടി കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യാനുണ്ടാകും. ഇൻകം ഫ്രം അതർ സോഴ്സസ് ഉണ്ടാകും, അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,15 ലക്ഷം രൂപ വരെ ഉള്ളത് ആഡ് ചെയ്യാനുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ എങ്ങനെയാണ് അലവൻസുകൾ എക്സംപ്റ്റ് ചെയ്യേണ്ട അലവൻസുകൾ എക്സംപ്റ്റ് ചെയ്യുന്നത് എന്നാണ് വീഡിയോയിൽ കണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പരമാവധി ആൾക്കാർക്ക് ഈ അറിവ് ലഭിക്കട്ടെ. ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.